അതാണ് ഒരു കവി പറഞ്ഞതിന്റെ അർത്ഥം. ലഇൻ മാത ഖൗമുൻ ബഅദ ഇൽമിൻ വതാഅത്തിൻ ഫദിക്റുഹും ഫിന്നാസി ലൈസ യമൂതു ലഖദ് നതഖത് ആഥാറുഹും ബഅദ മൗതിഹിം ബിഫദ്ലിഹിം വൽജാഹിദൂന സുകൂതു. ലഇൻ മാത ഖൗമുൻ ബഅദ ഇൽമിൻ വതാഅത്തിൻ, വിജ്ഞാനമാർജിക്കുകയും തദനുസൃതമായ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത് ഒരാൾ മരിച്ചുപോയാൽ, അല്ലെങ്കിൽ ഒരു വിഭാഗം മരണപ്പെട്ടു പോയാൽ, ഫദിക്റുഹും ഫിന്നാസി ലൈസ യമൂതു, അവരെക്കുറിച്ചുള്ള അനുസ്മരണങ്ങൾ അസ്തമിച്ചു പോവുകയില്ല. ലഖദ് നതഖത് ആസാറുഹും ബഅദ മൗതിഹിം, അവർ മരിച്ചുപോയാലും അവരുടെ പ്രവർത്തനങ്ങൾ തങ്ങളുടെ മഹത്വങ്ങളെ സംബന്ധിച്ച് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കും. ബിഫദ്ലിഹിം ലഖദ് നതഖത് ആസാറുഹും ബഅദ മൗതിഹിം ബിഫദ്ലിഹിം വൽജാഹിലൂന സുകൂതു. എന്നാൽ വിജ്ഞാനികളല്ലാത്ത ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ, അജ്ഞരായ ആളുകൾ മരിച്ചുപോയാൽ അതോടൊപ്പം അവരുടെ ചരിത്രവും മരിച്ചു പോകുന്നു എന്നതാണ് വസ്തുത. വേറൊരു കവി പാടിയിട്ടുള്ളത് അൽ ജാഹിലൂന ഫമാതു ഖബ്ല മൗതിഹിം വൽ ആലിമൂന വഇൻ മാതു ഫഅഹ്യാഉ. വിവരമില്ലാത്ത ആളുകൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയവരാണ്, മൃഗതുല്യരാണ് എന്നർത്ഥം. എന്നാൽ പണ്ഡിതന്മാർ വൽആലിമൂന വഇൻ മാതു ഫഅഹ്യാഉ, അവർ മരിച്ചുപോയവരാണെങ്കിലും ശരി അവർ ജീവിച്ചിരിക്കുന്നവരായിരിക്കും. അങ്ങനെയാണ് 2 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ശംസുൽ ഉലമ ശൈഖുന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അവരുടെ അനുസ്മരിച്ച് ഇവിടെ ഇങ്ങനെ ഒരു വിപുലമായ പരിപാടി നടത്തപ്പെടുന്നത്, ആ പരിപാടി നിങ്ങളെപ്പോലെയുള്ള സാമാജികരാൽ പുഷ്കലമായി തീർന്നിട്ടുള്ളത്. ഇതിന്റെ സംഘാടകർക്കും ഇതിൽ സംഗമിച്ചവർക്കുമൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, ആമീൻ. ഇതുപോലെയുള്ള ഒരു ബഹുമുഖ വ്യക്തിത്വത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും, അല്ലെങ്കിൽ പൊതുമേഖലകളിലേക്കെങ്കിലും പ്രമുഖ മേഖലകളിലേക്കെങ്കിലും കടന്നു ചെല്ലുക എന്നത് തന്നെ പ്രയാസകരമാണ്. അതുകൊണ്ടാണ് ഇവിടെ സംസാരിക്കാൻ ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് ഓരോ വിങ്ങുകൾ അല്ലെങ്കിൽ ജീവിത മേഖലകൾ വേർതിരിച്ചു നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിശ്ചയിക്കപ്പെട്ട വിഷയത്തിൽ മാത്രമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സുവിശേഷം എന്നാണ് ഈ നോട്ടീസിൽ കാണുന്നത്. ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തനത്തെ ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശംസുൽ ഉലമ സധൈര്യം നേരിട്ട് പരാജയപ്പെടുത്തിയ ഒരു ചരിത്ര സംഭവം കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അതാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നോട് നേരിട്ട് പറഞ്ഞിരുന്നു. ആ ചരിത്രം തന്നെ വളരെ സംഭവബഹുലമായൊരു ചരിത്രമാണ്. അനേക വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു ചരിത്ര സംഭവമാണ്. മഹാനായ ശംസുൽ ഉലമ അന്ന് അതിനെ നേരിടാൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ പ്രദേശങ്ങളുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു എന്ന് ന്യായമായും നമുക്ക് ആശങ്കിക്കാവുന്നതാണ്. ക്രിസ്ത്യൻ മിഷനറി എന്ന് പറഞ്ഞാൽ ലോകത്ത് മതങ്ങൾ 2 ജാതിയുണ്ട്. ഒന്ന് ദഅവ പ്രധാനമായ മതങ്ങളും മറ്റൊന്ന് ദഅവയിലേക്ക് ശ്രദ്ധിക്കാത്ത മതങ്ങൾ. 2 മതമുണ്ട്. ഇസ്ലാമും ക്രിസ്തുമതവും ഒക്കെ ദഅവ പ്രധാനമായ മതങ്ങളാണ്. എന്ന് പറഞ്ഞാൽ താങ്കളുടെ ദീൻ പ്രചരിപ്പിക്കുക, മതം പ്രബോധനം ചെയ്യുക, മതപ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുക. എന്നാൽ ബുദ്ധമതമോ ജൈനമതമോ ഷിൻഡോ മതമോ കൺഫ്യൂഷ്യൻ മതമോ താവോ മതമോ അതുപോലെയുള്ള മറ്റു ചില മതമോ നമ്മുടെ പരമാവധി
ഇറങ്ങി ഇവർ ഈ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും മുസ്ലിമീങ്ങളുടെ പൊതുജീവിതത്തിൽ വരെ ഗാഢമായി ഇറങ്ങിച്ചെന്ന് ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിച്ച് അവരുമായി വലിയ ബന്ധം പുലർത്തുകയും ചെയ്തു. എത്ര വരെ എന്നാൽ എന്റെ വീട്ടിൽ എന്റെ വാപ്പ മരിച്ചാൽ അച്ഛൻ വന്നിട്ട് മയ്യത്തെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ പറയുന്ന ഒരവസ്ഥയിലേക്ക് വരെ മലപ്പുറം ജില്ലയുടെ ചില ഭാഗത്തെ മുസ്ലിമീങ്ങൾ പുരോഗമിച്ചു, അഥവാ അത് പതിച്ചു. അച്ഛൻ അങ്ങനെയുള്ള ശക്തമായ ഒരു ഗാർഹിക ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. ഇതൊക്കെ ഇവിടെ നടന്നതാ. അച്ഛൻ വന്നിട്ട് മയ്യത്തെടുത്താൽ മതി എന്ന് പറഞ്ഞു. പെരുപ്പിച്ച് പറയണില്ല, സങ്കല്പിച്ചും പറയുന്നില്ല, കഥ പറയുന്നില്ല, സംഭവിച്ച കാര്യങ്ങളെ പറയുന്നു. ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ പണ്ഡിതന്മാരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും വിഷയം ഗൗരവമായി ചിന്തിക്കുകയും ഇതിന് ചില പരിഹാരങ്ങളൊക്കെ കാണണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഏറനാട് താലൂക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് ആദ്യം ഇതിന് മുൻകൈയെടുത്തത്. ആ ഇടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് താലൂക്ക് കമ്മിറ്റികൾ വരാൻ തുടങ്ങിയത്. 1975 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏറനാട് താലൂക്ക് കമ്മിറ്റി രൂപീകൃതമായിരുന്നു. പക്ഷെ ആരാപ്പതിനെ പറ്റി പറയാം? ഇവരെ പറ്റി ആർക്കും ഒന്നും അറിയില്ല. ഇവരെ കിതാബ് ചില സ്ഥലത്തൊക്കെ വെറുതെ കിട്ടുന്നതുകൊണ്ട് ചില ആൾക്കാരെ കയ്യിലുണ്ടാവും. ദർബാകേരം എന്ന് പറയട്ടെ, ഉദാഹരണം പറയാൻ തുർക്കി കിതാബ് പോലെ മൗലന്മാരെടുത്തുണ്ടാവും, ആരും നോക്കൂല, വെറുതെ ഇട്ടണ എന്നതുകൊണ്ട്. അതുപോലെ ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ കിട്ടും. പക്ഷെ അത് വായിച്ചു നോക്കിയാൽ തന്നെ ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു, പിന്നെ ദൈവം പ്രകാശം പടച്ചു, അത് നല്ലത് എന്ന് ദൈവം കണ്ടു, അടുത്ത ദിവസം ഭൂമി അടച്ചു, അങ്ങനെ 6 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം വിശ്രമിച്ചു 7ാമത്തെ ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയും. അവിടുത്തെ ഏതാണെങ്കിൽ വിഷയം ഗൗരവത്തിൽ ചർച്ച ചെയ്ത് ഇതിന് പരിഹാരം വേണമെന്ന് തീരുമാനിച്ച് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ശംസുൽ ഉലമ ഉസ്താദ് മാത്രമേ ഇതിന് അർഹനായ ആളുള്ളൂ എന്ന് എല്ലാവരും ഇത്തിഫാഖായി മുത്തഫഖലയ അഭിപ്രായത്തിലെത്തി മഹാനവറുകളെ സമീപിച്ച് മഹാനവറുകളെ വരാനെന്ന് ഏറ്റു. അങ്ങനെ പരിപാടികൾ നടന്നു. ഇതാണ് ചുരുക്കം. അങ്ങനെയാണ് മഹാനവറുകൾ ഈ വലിയ ഫിത്നയെ കേരളീയ പശ്ചാത്തലത്തിൽ നിന്ന് പിഴുതെറിഞ്ഞത്. ഇവരുടെ സാഹിത്യങ്ങൾ, ഈ ലഘുലേഖകളൊക്കെ പരിശോധിച്ചാൽ ഒരു സാമാന്യ സ്റ്റാറ്റസിലുള്ള ഏതൊരു മുസ്ലിം അതിൽ വീണുപോയില്ലെങ്കിൽ സംശയാലുവെങ്കിലും ആകും. കാരണം ഖുർആനിൽ ഉള്ളതാണ് അവരെടുത്തു പറയുന്നത്. ക്രൈസ്തവ വിശ്വാസങ്ങൾ ഖുർആനിലുണ്ട് എന്ന് പറയണം. ഉദാഹരണം, ഇന്നല്ലാഹ സാലിസു സലാസ, ഖുർആനിലുണ്ട്. ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹു 3 ദൈവങ്ങളിൽ ഒന്നാകുന്നു. ഇന്നല്ലാഹ സാലിസു സലാസ ഖുർആനില്ലേ? കുട്ടിസന്താരിക്ക് സംശയം, പിന്നെ ബാക്കിയുള്ളവർ എന്ത് പറയാനാ? ഇന്നല്ലാഹ സാലിസു സലാസ ഖുർആനിലുണ്ട്. അല്ലാഹു 3 ദൈവങ്ങളിൽ ഒന്നാകുന്നു. വേറൊരു ഉദാഹരണം, ഒരുപാട് ഉദാഹരണം പറയാൻ സമയമില്ല. കൂനു ഹൂദൻ ഔ നസാറ തഹ്തദു, ഖുർആനിലുണ്ട്. ഉണ്ടോ? കൂനു ഹൂദൻ ഔ നസാറ തഹ്തദു, നിങ്ങൾ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ആവുക, എങ്കിൽ നിങ്ങൾ സന്മാർഗപ്രാപ്തരായി തീരും. ഖുർആനിലുണ്ട്. കുട്ടിസന്താനങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഉറപ്പാ. കൂനു ഹൂദൻ ഔ നസാറ തഹ്തദു, നിങ്ങൾ ജൂതന്മാരോ, കൂനു നിങ്ങൾ ആവുക, കൂനു ലോകരെ നിങ്ങൾ ആവുക, ഹൂദൻ യഹൂദികളാവുക, ഔ നസാറ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാവുക, തഹ്തദു നിങ്ങൾ സന്മാർഗപ്രാപ്തരാകും. ഇത് ഖുർആനിലുണ്ട്. ഇല്ലാതെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കയ്യൊന്തിക്കണം.
വേറൊരു സ്ഥലത്ത് ഖുർആനിലുണ്ട് ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് ഖുർആനിലുണ്ട്. ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്നു മറിയം, അത് ഖുർആനിലുണ്ട്. ഞങ്ങൾ ഈസ ഇബ്നു മറിയമിനെ വധിച്ചു കളഞ്ഞിരിക്കുന്നു. ഈസാ നബി മരിച്ചിട്ടില്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനികൾ പറഞ്ഞു ഞങ്ങളുടെ ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ ഞങ്ങൾ യേശു ക്രിസ്തുവിനെ വധിച്ചിരിക്കുന്നു എന്ന് ജൂതന്മാർ പറഞ്ഞതാ. ജൂതന്മാരെ കൊന്നത് അവരുടെ വിശ്വാസം അനുസരിച്ച്. വേറൊരു സ്ഥലത്ത് ഖുർആനുണ്ട് ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, ജൂതനോ ക്രിസ്ത്യാനിയോ ആയെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ, തീർച്ച. ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, ഇത് ഖുർആനിലുണ്ട്. പിന്നെ ഈ മസീഹനാണ് ദൈവം എന്ന അവർ വേറൊരു വാദം, അതും ഖുർആനിലുണ്ട്. ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം, അല്ലാഹു തആല തന്നെയാണ് മസീഹ് ഇബ്നു മറിയം. വേറൊന്നുള്ളത് വൽയഹ്കും അഹ്ലുൽ ഇൻജീലി ബിമാ അൻസലല്ലാഹു ഫീഹ്, നിങ്ങൾ പറയുന്ന ഖുർആനാണ് വിശ്വസിക്കേണ്ടതെന്ന് മുസ്ലിമീങ്ങളോട് അവർ പറയാം. നിങ്ങൾ പറയുന്ന ഖുർആനാണ് വിശ്വസിക്കേണ്ടത് എന്ന്. എന്നാൽ നിങ്ങളുടെ ഖുർആനിലുണ്ടല്ലോ വൽയഹ്കും അഹ്ലുൽ ഇൻജീലി ബിമാ അൻസലല്ലാഹു ഫീഹി, ഇൻജീലിന്റെ ആൾക്കാർ അതിൽ ഉള്ളത് വിധിച്ചാൽ മതി എന്ന് ഖുർആനിലുണ്ടല്ലോ. വൽയഹ്കും അഹ്ലുൽ ഇൻജീലി ബിമാ അൻസലല്ലാഹു ഫീഹി, ഇതും ഖുർആനിലുണ്ട്. ഇങ്ങനെ കുറെ ഉദാഹരണങ്ങൾ. ഇതൊക്കെ ഈ ലഘുലേഖയിൽ അറബി മലയാളത്തിലൊക്കെ അറബി തന്നെ ടെക്സ്റ്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കട്ട് ആൻഡ് പേസ്റ്റ് ആയിട്ടാണ് ലഘുലേഖകൾ ഇറങ്ങിയിരുന്നത്. സാധാരണക്കാരയിൽ വീണുപോകും. അപ്പൊ ഈ പറഞ്ഞതിനെ പറ്റിയൊക്കെ മൊത്തത്തിൽ മറുപടി പറയാനേ സമയമുള്ളൂ. അതിന്റെ ഒക്കെ വാലും തലയൊക്കെ വേറെ ഉണ്ടാവും. ഈ പറഞ്ഞ ആയത്തിലൂടെ മുന്നിലോ പിന്നിലോ വേറെ ഉണ്ടാവും. അത് കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ്. ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല, ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല, ബനു ഇസ്രായേല്യർ ശപിക്കപ്പെട്ടിരിക്കുന്നു ഇന്നതും ഇന്നതും പറഞ്ഞതുകൊണ്ട്, അള്ളാഹു മൂന്നിലൊന്നാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ശപിക്കപ്പെട്ടിരിക്കുന്നു. അത് വിട്ടാണ്. നിങ്ങൾ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ആവുക എന്ന് അവർ പറയുന്നു. അതിന്റെ പിന്നില് വാല കട്ട് ചെയ്തിട്ടുണ്ട്. ബൽ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, ജൂതനും ക്രിസ്ത്യാനി ആയതുകൊണ്ട് വിജയിക്കാൻ കഴിയില്ല, ഇബ്രാഹിം നബിയുടെ ദീൻ പിൻപറ്റണം, അപ്പോഴേ വിജയിക്കുള്ളൂ. അത് കട്ട് ചെയ്യാം. ഇങ്ങനെയാണ് ഇവർ ഈ പറഞ്ഞതുപോലുള്ള എല്ലാ ആയത്തുകളോടും ഒന്നുകിൽ അതിന്റെ ആദ്യ ഭാഗമോ അല്ലെങ്കിൽ അതിന്റെ അവസാന ഭാഗമോ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് ആളുകൾക്കറിയില്ല, സാധാരണക്കാരില്ല അറിയില്ല അതിന്റെ പിന്നിലെന്താ പറയുന്നത്, ഇതിന്റെ മുന്നിലെന്താ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 1980 ഏറ്റവും ആദ്യമാണെന്നാണ് എന്റെ ഓർമ്മ. ഡേറ്റ് ഞാൻ ചിലരോടൊക്കെ ചോദിച്ചിട്ട് ആർക്കും അറിയില്ല. 1980 ആദ്യമാണ് മഞ്ചേരിയിൽ പരിപാടി നടക്കുന്നത്, മഞ്ചേരി സഭാ ഹാളിൽ. അതിന്റെ തൊട്ട് പിന്നിൽ തന്നെ എടക്കരയിലും ഒരു പരിപാടി നടന്നു. അതിലും ശംസുൽ ഉലമ തന്നെയാണ് പ്രസംഗിച്ചത്. മഞ്ചേരിയിൽ ഒരു ദിവസം, എടക്കരയിൽ 2 ദിവസം. എടക്കരയിലെ പൂവത്തിക്കൽ എന്ന് പറയുന്ന ഭാഗമുണ്ട് ടൗണിന്റെ, അവിടെ ആയിരുന്നു പരിപാടി. എല്ലാ 2 പരിപാടിയിലേക്കും ക്രിസ്തീയ പാതിരിമാരെയും പണ്ഡിതന്മാരെയും ഒക്കെ ക്ഷണിക്കാൻ ശംസുൽ ഉലമ പ്രത്യേകം ഏർപ്പാട് ചെയ്തിരുന്നു. അവരെ ക്ഷണിക്കണം, അവർക്ക് പ്രത്യേക സൗകര്യമൊക്കെ ചെയ്തെടുത്ത് എല്ലാ സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടൊക്കെ അവരെ ക്ഷണിച്ച് അവരൊക്കെ വന്നിരുന്നു. അങ്ങനെയാണ് ഈ 2 പരിപാടികളും നടന്നത്. ഈ പരിപാടിയിൽ ശംസുൽ ഉലമ വളരെ മൗലികമായി തന്നെ പ്രാമാണികമായി തന്നെ ക്രിസ്തീയ വാദങ്ങൾ ഉദ്ധരിക്കുകയും ഉന്നയിക്കുകയും ബൈബിൾ എടുത്തുകൊണ്ട് തന്നെ അതിനെ ശിഥിലമാക്കുകയും ചെയ്തു എന്നതാണ് സംഭവിച്ചത്. ബൈബിളിൽ യഥാർത്ഥത്തിൽ ക്രിസ്തീയ വികല വിശ്വാസങ്ങൾക്കൊന്നും പ്രാമാണികമായ അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ തെളിവുകൾ ഇല്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയാണ് ഇപ്പോൾ അവർ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. തന്നെ ആരാധിക്കണമെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല,
മേലായ ഒരുവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ബൈബിളിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. എന്നെ മഹത്വവൽക്കരിക്കുന്നവരും എന്നെ ദൈവമായി വിളിക്കുന്നവരും ഞാനുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ് എന്ന് ബൈബിളിലുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ നമുക്ക് വഴിയെ പറയാം. മഞ്ചേരിയിൽ തുടങ്ങിയ നടന്ന സംവാദത്തിൽ ശംസുൽ ഉലമ ആദ്യം ചോദിച്ചത്, നിങ്ങൾ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത് പിതാവില്ലാതെ ജനിച്ചു എന്നതുകൊണ്ടാണല്ലോ. അവർ പറയുന്നതാ, പിതാവില്ലാതെ. പിന്നെ വേറെ കുറെ ഇലാഫിയാത്തുണ്ട്, കുറെ അമാനുഷികതകൾ യേശു ക്രിസ്തു കാണിച്ചിട്ടുണ്ട്, മറ്റമ്പിയാക്കന്മാരും കാണിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്, അത് മറ്റു പ്രവാചകന്മാരും ജീവിച്ചിട്ടുണ്ട്. എന്നല്ല, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ വരെ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. പുണ്യാളന്മാർ അല്ലെങ്കിൽ പുണ്യപുരുഷന്മാർ അല്ലെങ്കിൽ ഹവാരികൾ എന്ന് പറയുന്ന അപ്പോസ്തലന്മാർ, ഇവരിൽ ഇതൊക്കെ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. മഹാനവറുകൾ ആദ്യം അവരോട് ചോദിച്ചു, നിങ്ങൾ അതിന്റെ പേരിലാണ്, ബാപ്പയില്ലാതെ ജനിച്ചു എന്നതിന്റെ പേരിലാണ് യേശുക്രിസ്തുവിൽ ദിവ്യത്വം വെച്ച് കെട്ടുന്നത് എങ്കിൽ ബാപ്പയും ഉമ്മയും ഇല്ലാതെ ജനിച്ച ആദം നബിയെ നിങ്ങൾ സൂപ്പർ ദൈവമാക്കേണ്ടതല്ലേ എന്നാണ് ചോദ്യം. മറ്റത് ജനറൽ ദൈവം, ബാപ്പയില്ലാതെ ജനിച്ചുകൊണ്ട്, ബാപ്പയില്ലാതെ ജനിച്ചുകൊണ്ട് സൂപ്പർ ദൈവമാകണം ആദം നബി. അവരുത്തരം മുട്ടി, അവർക്ക് ഇടപെടാനുള്ള അവസരം കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ യേശുക്രിസ്തുവിനെ ബഹുമാനിക്കുന്നില്ല എന്നതാണ് അവരൊരു കംപ്ലൈന്റ്. ഇങ്ങനെ ദൈവപുത്രനായിട്ട് ഇങ്ങനെ മരിച്ചവരെ ജീവിപ്പിച്ചിട്ട് ഇങ്ങനെ അത് എടുത്തുകൊണ്ട് ശംസുൽ ഉലമ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെക്കാൾ വലിയ തോതിൽ ഈസാ നബിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങളെ കിതാബിൽ തന്നെ ഉണ്ട്, ഈസാ നബി മരിച്ചവരെ ജീവിപ്പിച്ചു. വഹിയൽ മൗതാ ബിഇദ്നില്ലാഹ് വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ലാഹ് വഹിയൽ മൗതാ ബിഇദ്നില്ലാഹ് വഉനബ്ബിഉകും ബിമാ തഅകുലൂന വതദ്ഖിറൂന ഫീ ബുയൂതികും. ഞങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനെ പേര് കേട്ടാൽ ഉടനെ അലൈഹിസ്സലാം എന്ന് പറയും. ദുനിയാവിന്റെ നാനാഭാഗത്ത് എവിടെയുള്ള മുസ്ലിമാണെങ്കിലും നിങ്ങളങ്ങനെ പറയുന്നില്ല. ഞങ്ങളാണ് ഈസാ നബിയെ ഏറ്റവും നന്നായി അറിയുന്നവരും അംഗീകരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും. ശൈഖുനാ പറഞ്ഞു. ഇത് ഇടയ്ക്കിടെ ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ടും പിന്നെ ഇസ്ലാമിക പരിപ്രേക്ഷ്യം അനുസരിച്ചുമായിരുന്നു മഹാനവറുകൾ പ്രസംഗിച്ചത്. അതായത് ഈസാ നബി അലൈഹി ഇസ്ലാം ഒരു നബി എന്ന നിലക്ക് തഫ്സീറുകളിലും താരീഖുകളിലും സീറകളിലുമൊക്കെ അമ്പിയാക്കന്മാരൊക്കെ ചരിത്രമുണ്ടല്ലോ, ഒക്കെ അവരുടെ മഹത്വവൽക്കരണത്തിന് ഉള്ളതാണ്. പിന്നെ മഹാനായ ശൈഖുന ശംസുൽ ഉലമ അവർ ബൈബിളിലേക്ക് കടക്കുക. ഞാൻ വളരെ ചുരുക്കിയാ പറയുന്നുണ്ടോ, ബൈബിളിലേക്ക് കടക്കുക. നിങ്ങളുടെ ബൈബിൾ എന്ന് പറഞ്ഞാൽ ബൈബിൾ ഒരുപാട് ജാതിയുണ്ട്. പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്. പഴയ നിയമം എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാം വരുന്നതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ വേദങ്ങളും ഗ്രന്ഥങ്ങളും അവരുടെ ചരിത്രങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും ആദ്യത്തെ 5 ഉണ്ട്. 5 വേദങ്ങൾ, അതാണ് ഈസാ നബിയുടെ തൗറാത്ത് എന്നാണ് വിശ്വാസം. പിന്നുള്ളത് മറ്റു പല പ്രവാചകന്മാരുടേത്, രാജാക്കന്മാരുടേത്, പ്രവാചകന്മാരുടേതൊക്കെ ഉണ്ട്. സമയം വളരെ കുറവാണ്. അപ്പൊ മഹാനവറുകൾ ചോദിച്ചു, നിങ്ങളുടെ ബൈബിൾ, നിങ്ങളുടെ പുതിയ നിയമം, ക്രിസ്ത്യാനികളുടെ നിയമം പുതിയ നിയമം, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അങ്ങനെ 4 ഇത് അള്ളാഹുവിന്റെ കിതാബ് അല്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവ് ഇത് തന്നെയാണ്, ഈ കിതാബ് തന്നെയാണ്. അള്ളാഹുവിന്റെ വചനമാണ്, അള്ളാഹുവിന്റെ വേദമാണ് എങ്കിൽ എല്ലാം ഏകദേശമെങ്കിലും ഒന്നാകണ്ടേ. യേശു വന്നു എന്ന് ഒന്നിൽ കാണുന്നുണ്ട്, മറ്റൊന്നിൽ യേശു ആഗതനായി കണ്ടാൽ അർത്ഥത്തിൽ കുഴപ്പമില്ല. മൂന്നാമത്തേതിൽ യേശു സമാഗതനായി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. യേശു സ്റ്റേജിലേക്ക് എഴുന്നള്ളി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ 4 തഅബീറായി, മാനയിൽ വ്യത്യാസമില്ല. ഇതങ്ങനെയല്ലല്ലോ നിങ്ങളെ കിതാബ്.
നിങ്ങളുടെ കിതാബിൽ സൂറത്തുകളിൽ തന്നെ വ്യത്യാസമുണ്ട്. മത്തായിയിൽ 28 അധ്യായം, മാർക്കോസിൽ 16 അധ്യായം. 28ഉം 16ഉമായിട്ടുള്ള ബന്ധം. എന്റെ കയ്യിലുള്ള മുസാഫിൽ 114 സൂറത്ത്, കുട്ടികൾ താനിമിന്റെ കയ്യിലുള്ളത് 87 സൂറത്ത്. എങ്ങനെ ഉണ്ടാവും? മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4ലും 4 രീതിയിലാണ് സൂറത്തുകളുടെ അഥവാ അധ്യായങ്ങളുടെ എണ്ണം. മത്തായിൽ 26, മാർക്കോസിൽ 16, ലൂക്കോസിൽ 24, യോഹന്നാനിൽ 21. എന്നാൽ അതിന്റെ ഉള്ളടക്കം നോക്കിയാലോ, അതിന്റെ ആകെ പ്രമേയം നോക്കിയാലോ വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് അള്ളാഹുവിന്റെ കിതാബ് അല്ല ഇത് എന്നതിന് തെളിവ് ഇത് തന്നെയാണ്. പിന്നെ അന്ന് പരിപാടിക്ക് വന്നപ്പോൾ മുമ്പേ കീശക്ക് ഇങ്ങനെ ഒരു ഗർഭം ഉണ്ടായിരുന്നു. ഒരു ഗർഭമുള്ള കീശയുമായിട്ടാണ് വന്നത്. യാദൃച്ഛികമായി അദ്ദേഹം കീശ കഴിയിട്ടിട്ട് ഇത് സുറിയാനി ബൈബിളാ. ഈ സുറിയാനി ബൈബിളിൽ ഏതെങ്കിലും ഒരു 2 വരി നിങ്ങൾക്കാർക്കെങ്കിലും വായിച്ച അർത്ഥം പറയാൻ കഴിയുമെങ്കിൽ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. സുറിയാനി ഇഞ്ചിയിൽ ഇറങ്ങിയ ഭാഷ, ഒറിജിനൽ ഇഞ്ചിയിലല്ല കേട്ടോ. ഒറിജിനൽ ഇഞ്ചിയിൽ ലോകത്ത് നിലവിലില്ല. മലയാളത്തിൽ ബൈബിൾ ഉള്ള പോലെ, തമിഴിൽ ബൈബിൾ ഉള്ളതുപോലെ, കശ്മീരി ഭാഷയിൽ ബൈബിൾ ഉള്ള പോലെ, സിന്ധ് ഭാഷയിൽ ബൈബിൾ ഉള്ളതുപോലെ സുറിയാനി ഭാഷയിലും ബൈബിൾ ഉണ്ട്. ഇന്ന് നിലവിലുള്ള ബൈബിൾ നടത്തും. ലോകത്തെ 140-ലധികം ഭാഷകളിൽ ബൈബിൾ ഉണ്ട്. അപ്പൊ ബൈബിൾ ഇറങ്ങിയ ഭാഷയിലുള്ള ഈ കിതാബ് നിങ്ങളൊന്ന് വായിക്കുന്നതാണ്. ആർക്കും വായിക്കാൻ അറിയില്ല. ഇത് ശംസുല്ലമയുടെ അനുഭവമല്ല, നമുക്ക് തന്നെ അനുഭവമുണ്ട്. വലിയ വലിയ പാതിരിമാരൊക്കെ കണ്ടാൽ എന്തെങ്കിലും ചോദിച്ചാല് ഞങ്ങളത് അങ്ങനെ അത്ര വിശദമായിട്ട് ചിന്തിക്കാറില്ല, ആലോചിക്കാറില്ല എന്നൊരു മറുപടി പറയും. ഇപ്പൊ ഈയിടെ ആലപ്പുഴയിൽ ഈ വിഷയം സംബന്ധിച്ച് എനിക്കൊരു സംസാരം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കോഴിക്കോട്ടുള്ള വലിയ ഒരു പാതിരി, നമ്മളേറ്റ് രോഗിയുണ്ട്, വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഈ പിതാവ് പുത്രൻ എന്നുള്ള 2 ലഫ്ളുണ്ട്, അത് ഇവരെ മത കാഴ്ചപ്പാടിൽ വലിയ പ്രാധാന്യമുള്ള ലഫ്ളാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പൊ പിതാവിന് അബ്ബ എന്നാണ് പറയാം. അപ്പൊ ഞാൻ ഈ പാതിരിയെ വിളിച്ച അയാൾ പേര് പറഞ്ഞ് ഭംഗിയല്ല എന്നുള്ളത് ഞാൻ പറയാതിരിക്കുകയാണ്. വലിയ ഒരു സീനിയർ സിറ്റിസൺ, 75 വയസ്സുള്ള വലിയ ഒരു പദവിയിലിരിക്കുന്ന കോഴിക്കോട് നഗരത്തിലുള്ളൊരു ഫാദറാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് ടെലിഫോണിൽ, പിന്നെ ഈ പിതാവ് എന്നുള്ളതിന് അബ്ബ എന്നാണല്ലോ ഗ്രീക്ക് ഭാഷയിൽ പറയാം, പുത്രൻ എന്നുള്ളതിന് എന്താ പറയാ? അയാൾ പറഞ്ഞത് എനിക്കിപ്പോ ഓർമ്മയില്ല, പറയാൻ കഴിയില്ല, ആണെങ്കിൽ പിന്നെ നോക്കിയിട്ട് പറഞ്ഞാലോ. എന്നാണ് 2ാം ഖലീഫന്റെ പേരെന്താന്ന് ചോദിച്ചാൽ അറിയില്ല എന്നർത്ഥം. 1ാം ഖലീഫന്റെ അബൂബക്കർ സിദ്ദീഖാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. പിതാവ് എന്നുള്ളതിന് അബ്ബ എന്നാണ് പറയാ, പുത്രൻ എന്നുള്ളതിന് എന്താ പറയാന്ന് നോക്കുമ്പോ ഇയാൾക്ക് അറിയില്ല. അങ്ങനെ വേറെ അനുഭവങ്ങൾ ഇയാൾക്ക് ഞാൻ അതിന് മുമ്പും ടെലിഫോൺ ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങൾ അറിയില്ല. അത് ഞങ്ങൾ അത്ര വിശദമായിട്ട് ചിന്തിക്കലില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല ഞങ്ങളുടെ ഇടയിലുള്ളത്. അതിങ്ങനെ പരമ്പരാഗതമായി പഠിച്ചു വരുന്നത്, അറിഞ്ഞു വരുന്നത്, പറഞ്ഞു വരുന്നത് അംഗീകരിക്കുക എന്നുള്ളൂ. അപ്പൊ ഇവരോട് 2 വരി വായിച്ചു പറയാൻ പറഞ്ഞപ്പോ ആർക്കും അറിയില്ല. ഇവർ പല ആൾക്കാരും വരെ മുമ്പിൽ എന്റെ പേര് എന്റെ മാതിരി DR എന്നുണ്ടാവും, ഡോക്ടറേറ്റ്. അപ്പൊ ഈ യൂറോപ്പിലൊക്കെ അങ്ങനെ കുറെ പെട്ടിപ്പീടിക യൂണിവേഴ്സിറ്റികളുണ്ട്, പെട്ടിപ്പീടിക യൂണിവേഴ്സിറ്റികൾ. ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ജ്വരം തുടങ്ങിയിട്ടുണ്ട്. പല ആൾക്കാരും ഇങ്ങനെ ഡോക്ടറായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. കൊളംബോ യൂണിവേഴ്സിറ്റിയിൽ 25,000 ഉൾപ്പെട്ട ഡോക്ടറേറ്റ് കിട്ടുന്നു. അപ്പൊ പുതിയ വിവരം, കൊളംബോ യൂണിവേഴ്സിറ്റി സിലോണിൽ. അങ്ങനെ നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാരൊക്കെ ഡോക്ടറേറ്റ് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ പെട്ടിപ്പീടിക യൂണിവേഴ്സിറ്റികളിൽ ഖുർആനെയോ മുഹമ്മദ് നബിയോ ഇസ്ലാമിക സിദ്ധാന്തങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെയോ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് എന്തെങ്കിലും ഒരു ലേഖനം എഴുതി കൊടുത്താൽ ഡോക്ടറേറ്റ് കിട്ടും. ഇതില്ലാത്ത പോലെയല്ല. അവരങ്ങനെ കൊടുക്കാൻ കാരണം അതൊരു ഉദാരവൽക്കരണം, മതപ്രബോധനത്തിന്റെ തശ്ജീഇന്, എൻകറേജ്മെന്റിന്, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു സംവിധാനമാണ്. ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ ആൾക്കാർ ഒരു നിലവിലൊക്കെ കൽപ്പിക്കുമെന്ന് കരുതിയിട്ട് മതപ്രബോധന രംഗത്തുള്ള ഒരു ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് പെട്ടിപ്പീടിക യൂണിവേഴ്സിറ്റികൾ യൂറോപ്പിൽ മുഴത്തിനുണ്ട്. ഈ ലണ്ടനിലോ ജർമ്മനിയിലോ നിങ്ങളാരെയും ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ
സ്വീഡനിലോ സ്വിറ്റ്സർലാൻഡിലോ ഉണ്ടെങ്കിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ഭാഗം ഞാൻ വിടുക. അപ്പൊ ശംസുൽ ഉലമ ഇവരോട് സ്നേഹപൂർവ്വം ചോദിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളെ ദീനിനെ പറ്റി ഒന്ന് പഠിച്ചുകൂടെ? നിങ്ങളെ കിതാബൊന്ന് മനസ്സിലാക്കിക്കൂടെ എന്താ ഇതിൽ പറയണതെന്ന്? ഇങ്ങനെ ഇത് പന്തിയല്ലാന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ചിലർ ഇറങ്ങിപ്പോകാൻ തുടങ്ങിയാണ്. പിന്നെ ശംസുൽ ഉലമ നിങ്ങൾ ഈ ഖുർആന്റെ കഷ്ണം മുറിച്ചിട്ട് വാലും തലയും മുറിച്ചിട്ടുള്ളൊരു അഭ്യാസം തുടങ്ങിയിട്ടുണ്ട് അടുത്ത കാലത്ത്. അത് ആരോഗ്യകരമല്ല. ഞങ്ങളങ്ങനെ നിങ്ങളുടെ കിതാബിലുള്ളത് എന്തെങ്കിലും എടുത്തിട്ട് കട്ടിങ് പേസ്റ്റ് ചെയ്തിട്ട് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളത് ചെയ്യാറില്ല. നിങ്ങളിങ്ങനെ കുറച്ചു കാലമായി ചെയ്തു വരുന്നത് കൊണ്ട് ഞങ്ങൾക്കതിനെ പ്രതിരോധിക്കൽ നിർബന്ധമായി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ കളി നിങ്ങൾ നിർത്തണം. നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഷെയ്ഖുന അന്ന് പറഞ്ഞു. അതിന് മുന്നിൽ നിന്നതാണ്, അതിന് പിന്നിൽ നിന്നതാണ്. അത് നിങ്ങൾ പറഞ്ഞ ആശയത്തിനുള്ള തെളിവല്ല. അങ്ങനെ ഒരു തെളിവും ഖുർആനിലില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് വലിയ ഒരു നിർണായകമായ ഒരു പരിപാടിയായി ആ മഞ്ചേരിയിലെ പരിപാടി. അതിന്റെ അധികം താമസിയാതെയാണ് പിന്നെ എടക്കരയിലും പരിപാടി നടക്കുന്നത്. എടക്കരയിൽ 2 ദിവസമായിരുന്നു. എടക്കരയിലെ പൂവത്തിക്കൽ എന്ന് പറയുന്ന അങ്ങാടിയുടെ ഒരു ഭാഗമാണ്. അവിടെ വെച്ചാണ് ആ പരിപാടി നടന്നത്. അവിടെയും ഏറെക്കുറെ ഇതുപോലെയുള്ള വിഷയാവതരണങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ ബൈബിളിലുള്ള വിഷയങ്ങളെ പരാമർശിച്ചുകൊണ്ട് വളരെ മാന്യമായ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള വിഷയാവതരണങ്ങളാണ് മഹാനായ ശൈഖുന അന്ന് എടക്കരയിലും നിർവഹിച്ചത്. എടക്കര വലിയൊരു സുവിശേഷ കേന്ദ്രമായി അവർ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. കാരണം അവിടെ ഈ പിന്നെ ഘാട്ടുപ്രദേശം, മലയും കുന്നുമൊക്കെയുള്ള സ്ഥലം, മലയോര പ്രദേശം, മലയോരത്ത് വന്ന് പിന്നെ കർഷകന്മാരവിടെ വന്ന് കൃഷിപ്പണിയിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസപരമായ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, ചിന്താപരമായ ഒരു പുരോഗതി ഉണ്ടാവില്ല, ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ച് അവർക്കൊന്നും അറിയില്ല. അപ്പൊ ഇങ്ങനത്തുള്ള ആളുകളൊക്കെ ഈ ഇങ്ങനെയുള്ള ചില പ്രാഥമിക വാദങ്ങളെ കൊണ്ട് ഇവരെ കുഴിയിൽ വീഴ്ത്താൻ കഴിയുമെന്ന് കണ്ടിട്ടാണ് അവര് അവിടെ വന്നത്. ഞങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ട് ഊരകത്തുമല, ഊരകംമല. ഊരകംമല പറഞ്ഞാൽ ഞാനൊക്കെ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഊരകമലയിലേക്കാണ് ഞങ്ങൾ എക്സ്കർഷൻ പോയത്, ടൂറ് പോയത്. അന്ന് ജനങ്ങളൊന്നും അവിടെ ഇല്ലാന്നർത്ഥം. ഒഴിഞ്ഞെടുക്കണ കാടും കുന്നും മലയൊക്കെ ആയിട്ടുള്ള സ്ഥലം. നേന്ത്രപ്പഴത്തിന്റെ കൊലയൊക്കെ വാങ്ങി, അവിലൊക്കെ വാങ്ങി, വെള്ളമൊക്കെ ആയിട്ട് ഞങ്ങൾ ടൂർ എക്സ്കർഷൻ പോയത്. പറഞ്ഞു വന്നത്, ആ ഊരകംമലയിൽ ആദ്യം കുടിയിറങ്ങിയത് തെക്കുന്നുള്ള കുറെ അക്ഷയന്മാരാണ്. ഇത് ഏകദേശം ഒരു 1.5 നൂറ്റാണ്ട് മുമ്പ് ഇവർക്ക് സബോധം പഠിപ്പിക്കപ്പെടുന്നൊരു രീതിയാണ്. ജനങ്ങൾ താമസമില്ലാത്ത സ്ഥലത്തൊക്കെ ചെന്ന് കുടിയേറിയാൽ ചുരുങ്ങിയ വിലക്ക് ഭൂമി കിട്ടും, അവിടെ നല്ല കാർഷിക പുരോഗതി ഉണ്ടാക്കാൻ കഴിയും, അങ്ങനെ തൊഴിലാളികളൊക്കെ നിങ്ങളെ കസ്റ്റഡിയിൽ വരും, അവരെങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മതപ്രബോധനം നടത്താൻ കഴിയും എന്നൊക്കെയുള്ള വളരെ ദീർഘദൃഷ്ടിയാണ്. എടക്കര, ചുങ്കത്തറ, അവിടെയൊക്കെ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്, ക്രിസ്തീയ സ്ഥാപനങ്ങളുണ്ട്. അവിടെ ചുങ്കത്തറയിൽ ക്രിസ്ത്യാനികൾക്ക് ഒരു ശരിയത്ത് കോളേജുണ്ട്. മഞ്ചേരിയിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ വലത്തേ ഭാഗത്ത് അവിടെ കാണാം, വലിയ ബോർഡ് കാണാം, തിയോളജിക്കൽ കോളേജ്. അങ്ങനെ ഒരുപാട് അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ട്. അവരാ പറഞ്ഞ് കേൾക്കുന്നതിന് അപ്പുറം അവരോട് ചോദിച്ചാൽ ഒന്നും അറിയില്ല. അതിന് എത്രയോ അനുഭവങ്ങൾ. ഞാനും ഉമർലി ശിഹാബ് തങ്ങൾ, നവറുള്ള ഉമർക്കതോ തങ്ങളവர்களுം തമിഴ്നാട്ടിലെ ദേവാലയിൽ നിന്നൊരു പരിപാടി കഴിഞ്ഞ് മടങ്ങി വരായിരുന്നു. നാട് കാണിയിലും ഞങ്ങൾ വലത്തോട്ട് തിരിയും. വലത്തോട്ട് തിരിഞ്ഞപ്പോൾ അപ്പോൾ ഭയങ്കര വലിയ മഴയാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് അപ്പുറത്ത് എത്തിയപ്പോൾ അവിടെ ഒരാൾ, ഒരു നീളക്കുപ്പായിട്ട്, വെളുത്ത നീളക്കുപ്പായിട്ട് ഒരാൾ അവിടെ അങ്ങനെ കൊടിയും പിടിച്ച് നിൽക്കുന്നുണ്ട്, കൈ കാണിച്ചു. 10:30 മണി സമയം. അപ്പോ തങ്ങൾ പറഞ്ഞു എന്താ ചെയ്യാ. നിർഭാഗ്യവശാൽ അതിന്റെ ഒരു 2 ആഴ്ച മുമ്പ് ഒരു ടാക്സി വിളിച്ചു കൊണ്ടുപോയി ഡ്രൈവറെ തട്ടിയ കൊന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. തങ്ങളത് അനുസ്മരിച്ചു. ഏതായാലും മുന്നിൽ കയറ്റാ, നമ്മൾ രണ്ടാളും പിന്നിലാണല്ലോ എന്നും പറഞ്ഞിട്ട് മുന്നിൽ കയറ്റിയാണ്. അയാൾക്ക് ചുങ്കത്തറക്ക വരേണ്ടത്. നമുക്ക് നല്ലൊരു ഇര വീണ് കിട്ടുകയായിരുന്നു. ഞാനിങ്ങനെ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണെന്ന്. അപ്പം ഞാൻ പ്രാഥമിക ക്ഷേമാന്വേഷണങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ മാതിരി ഒരാളെ കിട്ടാൻ വേണ്ടി ഞാൻ കുറേ കാലം തിരഞ്ഞെടുക്കുന്ന ചില സംശയങ്ങളെ കൊണ്ട് ഞാൻ ക്രിസ്തുമതത്തെപ്പറ്റി, നിങ്ങളെ മതത്തെപ്പറ്റി കുറേ പഠിച്ചിട്ടുണ്ട്,
ചിലതൊക്കെ ഹല്ല് ചെയ്യാൻ കഴിയാതെ, അനലൈസ് ചെയ്യാൻ കഴിയാതെ, ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ കഴിയാതെ ഞാൻ കഷ്ടപ്പെടാണ്. അച്ഛന് കിട്ടിയത് വളരെ ഭാഗ്യമായി. അങ്ങനെ ചുരുക്കി പറയാൻ, ഞാൻ യേശുക്രിസ്തു ജനിച്ചത് 2000 കൊല്ലം മുമ്പാണല്ലോ. മനുഷ്യന്റെ ജന്മപാപം പേറാൻ വേണ്ടിയാണ് യേശു ജനിച്ചത്. അപ്പൊ അതുവരെയുള്ള ആൾക്കാരുടെ ജന്മപാപമൊക്കെ ആരാ പേറിയത്? ചോദ്യം 1. രണ്ടാമത്തെ ഞാൻ ചോദിച്ചു, പിന്നെ അങ്ങനെ അതിനുവേണ്ടി വന്ന ആണ് യേശു എങ്കിൽ യേശു കുരിശിൽ കിടന്നിങ്ങനെ നിലയും വിളിയും കൂട്ടാൻ പാടില്ലായിരുന്നല്ലോ. യേശു അട്ടഹസിച്ചു, ഏലോഹി ഏലോഹി ലമ്മ സബക്താനി, ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്നൊക്കെ യേശു കേണപേക്ഷിച്ചതായി ബൈബിളുകളിലുണ്ട്. അപ്പൊ അതിന് വന്ന ഒരാൾ സന്തോഷപൂർവ്വം കുരിശിൽ കിടന്ന് മരിക്കല്ലേ വേണ്ടത്? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഇങ്ങനെ ഇത് പൊറുക്കണമെന്ന് പഠിച്ചോണ്ട് പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ പുറത്തു കൊടുത്താൽ പോരെ? ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത്. ഫതാബ് അലൈഹി സുമ്മഹദ, ഇത് കുറ്റമാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല, ബൈബിളിലും പറഞ്ഞിട്ടില്ല. അത് മാപ്പ് ചെയ്ത് കൊടുത്താൽ പോരെ? അങ്ങനെ കുറെ ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനത്തെ വിഷയമൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരില്ല, ഞങ്ങൾ ചിന്തിക്കലുമില്ല, ഞാൻ നിങ്ങൾക്ക് തപ്പാലിന് മറുപടി അയച്ചു തരാന്ന് പറഞ്ഞു. ഇന്ന് വരെ അങ്ങനെ മറുപടി കിട്ടിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ സമയം കഴിഞ്ഞു എന്നാണ് ഇവിടെ ഭാരവാഹികൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നിർത്തുകയാണ്. ത്രിയേകത്വം, ജന്മപാപം, കുരിശ് സംഭവം, ഇങ്ങനെ ഒരുപാട് വികലമായ വിശ്വാസങ്ങൾ, ഒരു സലീമായ വിശ്വാസമുള്ള ഒരു മതവിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങൾ അവരുടെ വിശ്വാസങ്ങളുണ്ട്. അതൊക്കെ ബൈബിളിന് എതിരാണ്. മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള പല ക്രിസ്ത്യാനികളും നമ്മുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ചിന്തിക്കുന്നത്. കാരണം മറ്റൊന്നും മാക്കൂലല്ല, ചിന്തയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളായതുകൊണ്ട്. ജന്മപാപം എന്നൊന്നും ഇല്ല എന്നാ ബൈബിളിലുള്ളത്. എഹെസ്കേൽ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥത്തിൽ, ഒരു കിതാബിൽ പറയുന്നത്, 18-ാം അധ്യായം 18-21 പറയുന്നത്, ഒരാൾക്ക് മറ്റൊരാളുടെ പാപം വഹിക്കേണ്ടി വരികയില്ല. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലിലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലിലും ഇരിക്കും. എഹെസ്കേൽ 18-ാം അധ്യായം 18-ാം സൂക്തം 21-ാം സൂക്തം വരെ. ഇങ്ങനെ ബൈബിളിൽ പറഞ്ഞത് അല്ലാത്ത വിശ്വാസങ്ങളാണ് ഇവരുടേതൊക്കെ. എടക്കരയിലുണ്ടായ വേറൊരു സംഭവം, ശേഖുനായ മുട്ടുകുത്തിക്കാൻ വേണ്ടി ഒരു പാതിരി എണീറ്റ് നിന്ന് ചോദിച്ചു. നിങ്ങളിപ്പോ കുറെ പറഞ്ഞു, ഞങ്ങളത് കേട്ടു. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ? ആ ശരി. യേശു ക്രിസ്തു മറ്റു പല പ്രവാചകന്മാരും മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യേശു ക്രിസ്തു പറഞ്ഞയച്ച മുർസലീങ്ങൾ, ദൂതന്മാർ, അപ്പോസ്തലന്മാർ ജീവിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പല പ്രവാചകന്മാരുടെയും സത്യസന്ധരായ അനുയായികൾ ഇങ്ങനെ പല മുഅ്ജിസാത്തും കാണിച്ചിട്ടുണ്ട്, മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് മുസ്ലിം സമുദായത്തിന്റെ ജ്വലിക്കുന്ന സൂര്യനാണ് എന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ ഒരു മയ്യത്ത് കൊണ്ടുവന്നാൽ അങ്ങേക്കും അത് ജീവിപ്പിക്കാൻ കഴിയുകയില്ലേ? ചോദ്യം. ശൈഖുന മൈക്കിന്റെ മുമ്പിൽ നിന്ന് കുറച്ചപ്പുറത്ത് വേറെ കസേരയിലേക്ക് ഇരുന്ന് കുറച്ചു നേരം അവിടെ ഇങ്ങനെ സ്വസ്ഥമായി ഇരുന്നിട്ട് എണീറ്റ് എന്ന് പറഞ്ഞിട്ട്, ആയിക്കോട്ടെ ഞാൻ ജീവിപ്പിക്കാം, എവിടെ മയ്യത്ത് വേഗം കൊണ്ടുപോവാ, ഞാൻ ജീവിപ്പിക്കാം, മയ്യത്ത് കൊണ്ടുപോവാ. പാതിരാക്കി എവിടെ നിന്ന് മയ്യത്തിട്ടാണ്? ആരെങ്കിലും അവിടെ തച്ചുല്ലണ്ടിരോ? അത് പ്രായോഗികമല്ല.